നമസ്കാരം. 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 നമസ്കാരം എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് പിള്ളേരോടാണ് പറയാനുള്ളത്. ഇവര് വളർന്നു വരുന്ന തലമുറയാണ്. മക്കളെ, അപ്പം നിങ്ങൾ കുറച്ച് നാളെ കഴിയുമ്പോൾ കല്യാണ കാര്യങ്ങളൊക്കെ എത്തും. ആരെങ്കിലും ഒക്കെ പെണ്ണ് കാണാൻ വരും. പെണ്ണ് കാണാൻ വന്ന സമയത്ത് എന്തെങ്കിലും ബ്ലോക്ക് വന്നിട്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് ഇത്തിരി എത്താനായിട്ട് ഇത്തിരി താമസിച്ചു പോയാൽ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അല്ല, ഇതൊക്കെയാണോ ഇവിടെ ഓഡിയൻസ് ആയിട്ട് വന്ന് പിള്ളേർക്ക് കൊടുക്കുന്ന ഉപദേശം? നിങ്ങൾ ഞാനോർത്ത് എന്തോ സീരിയസ് ആയിട്ട് ഉപദേശിക്കാനാണ്. ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ പറയാം. പെണ്ണ് കാണാൻ വരുമ്പോ ലേറ്റ് ആയ വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നതൊക്കെയാണോ ഇത്രയും പിള്ളേർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം? അല്ല, അങ്ങനെ സംഭവം ഉണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞത്. എന്ത് സംഭവം? എന്റെ കൂട്ടുകാരൻ പരമന്റെ മോൻ സ്നേഹൻ, അവന് പെണ്ണ് കുറെ ഒക്കെ നോക്കി നടന്നാണ് പയ്യൻ. അപ്പൊ നമുക്കൊരു ഇപ്പൊ അടുത്തിടക്ക് ഒരെണ്ണം ശരിയായി, സെറ്റായി. പെണ്ണ് കാണാൻ പോണ വഴിക്ക് ഇവര് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറയാൻ പോകുന്ന കാര്യം തന്നെയാണോ ഇത് കഴിയുമ്പോ ഞാൻ പാടാന്നും പറഞ്ഞ് പാടാൻ പോകുന്നേ? എന്നാ പിന്നെ പാടിയാ മതി, പറയണ്ട. മതിയാ? പിന്നെ പിന്നെ അങ്ങനെ ചെയ്യാം അല്ലേ? അത് മതി, അത് മതി. പാലായിൽ പോകാൻ പ്ലാനായി, സ്നേഹേന്ദ്രനു പെണ്ണതു ശരിയായി. പാലായിൽ പോകാൻ പ്ലാനായി, സ്നേഹേന്ദ്രനു പെണ്ണതു ശരിയായി. പൂച്ചേനെ വളർത്തണ കുട്ടി മീൻകാരനു മ്യാച്ചായി, ഈ കാര്യം നാട്ടില് മുഴുവൻ പാട്ടായി. പാലായിൽ പോകാൻ പ്ലാനായി, സ്നേഹേന്ദ്രനു പെണ്ണതു ശരിയായി. എത്ര നേരം കാത്തിരുന്നു സ്നേഹചന്ദ്രനായവൾ, ഈ നടയിൽ ഛായയുമായി വെയിറ്റു ചെയ്ത പെൺകൊടി. ഹോണടിച്ചു സിഗ്നലേകി മീൻ വിൽക്കണ സാബൂട്ടൻ, മീൻ കൊട്ടയിൽ അവളെ ഇരുത്തി ലൈഫു നൽകാൻ പോയതാ. സമയദോഷമോ മാറ്റിടാ നോക്കിടേണം, കൃത്യസമയത്തേതു കാര്യവും ചെയ്തു തീർക്കണം. പാലായിൽ പോകാൻ പ്ലാനായി, സ്നേഹേന്ദ്രനു പെണ്ണതു ശരിയായി.